നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ തോന്നിവാസമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ മറുപടി പറയാൻ വേണ്ടി പോയാൽ അതിനുള്ള സമയം ഉണ്ടാവും. ഈ സൈബർ ആക്രമണം നടത്തുന്നവരുടെ ധാരണ അവർ ലോക പണ്ഡിതന്മാരാണെന്ന് ആണ് അവരുടെ ധാരണ. അപ്പം അതിനെ സംബന്ധിച്ചൊന്നും നമ്മൾ ഗൗരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇംഗ്ലീഷ് അധ്യാപകനൊന്നും അല്ലല്ലോ റഹീമിനെ അറിയാവുന്നുള്ള ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെല്ലാ ലാംഗ്വേജും അങ്ങനെയാണല്ലോ. അല്ലാതെ ഇപ്പം ജനപ്രതിനിധി ആവുന്നവരെല്ലാവരും പിന്നെ ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും ഹിന്ദിയിലും അതിലൊക്കെ തന്നെ PhD എടുത്ത് നല്ല ഫ്ലുവൻ്റായി സംസാരിക്കുന്ന ആളാവണമെന്ന് നിർബന്ധമൊന്നും ഒരിടത്തും പറയുന്നില്ലല്ലോ. ഇതെല്ലാം ഈ സൈബർ ആക്രമണം നടത്തുന്നവരുടെ എന്ന് പറയാൻ ഒരു മര്യാദകേടും അസൂയയും കുശുമ്പും ഒക്കെ തെളിയിക്കുന്ന കാര്യമാണിത്. അയാളോടെ പോയല്ലോ, അവിടെ നടന്നിട്ടുള്ള സംഭവം കാണാൻ വേണ്ടി അയാളോടെ പോയല്ലോ. ആയിരങ്ങളെ കുടിയൊഴിപ്പിച്ച ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതികരിക്കാനാണ് അയാൾ പോയത്. അല്ലാതെ ഇംഗ്ലീഷിന്റെ ഗ്രാമറിന്റെ പരീക്ഷ എഴുതാൻ വേണ്ടി പോയതല്ല. ഇംഗ്ലീഷ് വ്യാകരണത്തിൽ ഒരു തെറ്റ് ആയിപ്പോയുണ്ട്. ഒരു ജനപ്രതിനിധിയുടെ കാര്യശേഷി തെളിയിക്കുന്ന വാക്കുകളിലെ എല്ലാ അലങ്കാരത്തിലല്ലോ, പ്രവൃത്തിയിലല്ലേ. അത് MP എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളവരെ മാത്രം പരിശോധിച്ചാൽ മതി. ഇത് കുറേ ആൾക്കാർക്ക് മാത്രം മലയാള പണ്ഡിതന്മാർ, ഇംഗ്ലീഷ് പണ്ഡിതന്മാർ, സയൻസ് പണ്ഡിതന്മാർ, രാഷ്ട്രീയ പണ്ഡിതന്മാർ, പിന്നെ മാതൃക കുടുംബം നയിക്കുന്നവർ, സ്ത്രീകളുടെ മുഖത്ത് നോക്കാത്തവർ, പുരുഷന്മാരുടെ പിന്നെ മുഖത്ത് നോക്കാത്തവർ, ഇങ്ങനെയൊക്കെ ഉള്ളവർ കുറേ ആൾക്കാരുണ്ട്. അവരാണ് പിന്നെ സൈബർ ആക്രമണം നേരം വെളുത്ത വൈകുന്നേരം വരെ കുത്തിയിരുന്ന് വേറെ ഒരു പണിയില്ലാതെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇത് ഇപ്പോൾ പിണറായി കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമതല്ലോ. മറ്റേ പോറ്റി ആയിട്ട് അടുത്ത് നിന്ന് പോറ്റിയെ തൊട്ടെന്നോ തൊടാതെ പോയെന്നോ എന്ന് പറഞ്ഞു. സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ KPCCയുടെ മെമ്പറാണല്ലോ പോലീസ് കേസെടുത്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്, രാഷ്ട്രീയ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്.